yeah, I think we can start. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ജനറൽ ബോഡി മീറ്റിംഗിന് മെയിൻ ആയിട്ടുള്ള അജണ്ട പ്രസന്റേഷൻ ഓഫ് 2020 അക്കൗണ്ട്സ്, പിന്നെ നമ്മുടെ പുതിയ 2021 കമ്മിറ്റിയെ തിരഞ്ഞെടുക്കലും, പിന്നെ ജനറൽ സജഷൻ ഫോർ ദ അപ്കമിങ് കമ്മിറ്റി ആൻഡ് പ്രോഗ്രാംസ്. ഇത് മൂന്നാണ് നമ്മുടെ മെയിൻ അജണ്ട. ആദ്യം പ്രസന്റേഷൻ ഓഫ് അക്കൗണ്ട്സ് ഫോർ 2020, കഴിഞ്ഞ കൊല്ലത്തെ അക്കൗണ്ട്സ് പ്രസന്റേഷൻ ആണ്. നബീൽ ആരാണ് പ്രസന്റേഷൻ ചെയ്യുന്നത്? Yeah, okay. Let me share my screen. Recording on auto, just for your information. കാണുന്നുണ്ടോ? Yeah, കാണുന്നുണ്ട്. Okay. All right, good evening everyone. അപ്പോൾ നമുക്ക് 2020 അക്കൗണ്ട്സ് നോക്കാം. I mean, everybody knows കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. All online events ആണ്. I mean, from an expense perspective. അപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡീപ് ഡൈവ് ചെയ്യാം. സോ നമ്മൾ 2020 സ്റ്റാർട്ട് ചെയ്തപ്പോൾ this was the amount that was handed over, and then total expense is 552. Sorry. ഒന്നുകൂടി ഒന്ന് zoom ചെയ്യാം. ഒരു 130 140 ആണ്. Sure. Okay ആണോ? Yeah. Okay. അപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. 6300 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ടോട്ടൽ എക്സ്പെൻസ് 552 ആണ്. ആ എക്സ്പെൻസ് ജസ്റ്റ് ഒരു ജനറൽ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്തോളൂ. സോ അതിൽ മെയിനായിട്ട് നമുക്ക് എക്സ്പെൻസ് വന്നത് സൂം, ഐ മീൻ ഓൺലൈൻ, എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് സൂം ഒരു 10 monthsന് 156 വന്നു. പിന്നെ ഫോക്കാന രജിസ്ട്രേഷൻ 200, ബട്ട് ഈ സ്പോൺസർഷിപ്പ് 200 ഈസ് ഓൾസോ ഫ്രം ഫോക്കാന. സോ അതൊരു ബാലൻസ് ചെയ്തു പോയി. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം അനിലിൻ്റെ ഫ്യൂണറൽ എക്സ്പെൻസ് ആയിരുന്നു. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 500 പ്ലസ് ഒരു 50864 ആയിരുന്നു എക്സ്പെൻസ് വന്നത് 2020. ബട്ട് ഇൻകമ്മിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 457. ദിസ് ഇസ് ഓൾ ഫ്രം ദി മെമ്പർഷിപ്പ്. ഞാനതൊരു വേറൊരു ടാബിൽ നമുക്ക് 2020 മെമ്പർഷിപ്പ് കിട്ടിയത് മൊത്തം ഇവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. So total $862 membership ആയിട്ട് കിട്ടിയിട്ടുണ്ട്, which includes the advanced membership we got from 2019. So in effect, we have like net ആയിട്ട് 6200. So 6300 സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ 6200 ഇപ്പോൾ. ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ we have 6135 and 81 cents, ഒരു $70 ക്യാഷ് ഉണ്ട്. ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് ബാലൻസ് ഔട്ട്. സോ അതാണ് നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിട്ട്, ഐ മീൻ ടോട്ടൽ അക്കൗണ്ട് ആയിട്ട് 2020ക്കുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗ്രാമോത്സവം, ഓണം, ക്രിസ്മസ്, ഒരു കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിരുന്നു. അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് കുഡോസ് ടു നബീലാണ് ഫോളോ അപ്പ് ചെയ്തത്. എല്ലാം ഒരു ഡിലേ ഇല്ലാതെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല. സോ ദാറ്റ്സ് ഐ തിങ്ക് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നബീൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ ആണോ? അല്ല, ജസീം പറഞ്ഞ പോലെ അധികം ഇവന്റ്സിലാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം ഐറ്റംസ് ഇല്ല. അപ്പോൾ പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. കറക്റ്റ്. ഇത് ഞാൻ ഈ എക്സ്പെൻസ് റിപ്പോർട്ട് അടുത്ത കമ്മിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. എന്തെങ്കിലും ലേറ്റർ ഓൺ ആഫ്റ്റർ ദിസ് മീറ്റിംഗ് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. I think
I think we have Harriet here. ഒരു process question ചോദിക്കാൻ ഇത് ആരെങ്കിലും Harriet, if you can hear me, ആരെങ്കിലും primary ഫസ്റ്റും സെക്കൻഡ് ചെയ്ത് പാസ്സാക്കേണ്ട കാര്യമുണ്ടോ? അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ജോൺസൺ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഞാൻ സെക്കൻഡ് ചെയ്യാം, ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് കൊണ്ട് ചെയ്താൽ we can pass it. There is no complication here unless anyone has a question. I don't have any questions. You did a good job. Okay. Hey, Jasim, so maybe we can ask if somebody can first. Harriet has agreed. Okay. Yeah, ആർക്കെങ്കിലും Can somebody second, please? This is Santosh. I second. Okay, thank you. Okay. Thank you. അത്രേ ഉള്ളൂ അക്കൗണ്ട് എന്താ. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ജസീം. താങ്ക് യു. നമ്മുടെ നെക്സ്റ്റ് അജണ്ട നമുക്ക് നെക്സ്റ്റ് കമ്മിറ്റി 2021 കമ്മിറ്റി തിരഞ്ഞെടുപ്പാണ്. as of now നമുക്ക് 7 പൊസിഷൻസ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഇൻഡോർ ഔട്ട്ഡോർ പൊസിഷൻസ്, പിന്നെ ട്രഷറർ. ഇത് ഈ 7 പൊസിഷൻസിലേക്ക് നമുക്ക് കിട്ടിയ നോമിനേഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു വേറെ പ്രത്യേകിച്ച് നോമിനേഷൻസ് ഒന്നും നമുക്ക് വന്നില്ല. അപ്പോൾ നമ്മൾ ഇന്റേണലി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് തന്നെ ഷഫിളായി പുതിയ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് ആയിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ, നബീൽ. ഇതുവരെ വേറെ ആരും വന്നിട്ടില്ല. സോ നബീൽ തന്നെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സോമ ബോബി, ജനറൽ സെക്രട്ടറി ആയിട്ട് ഷമീൽ ബഷീർ, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് സ്മിത നായർ. as of now നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ പൊസിഷൻസ് ഫിൽ ആയിട്ടില്ല, ആരും നോമിനേഷൻ വന്നിട്ടില്ല. ഇതുവരെ കഴിഞ്ഞ വർഷം മുഴുവനായിട്ടും നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഒന്നും നടന്നില്ല കോവിഡ് കാരണം. അതുകൊണ്ട് ആ പൊസിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. മേ ബി ടു ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആവുകയാണെങ്കിൽ, അപ്പോൾ ക്രിസ്മസോ അത് ഏത് പരിപാടി നടക്കുന്നതനുസരിച്ച് അതിന് മുന്നോടിയായിട്ട് കമ്മിറ്റിക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടെ നോമിനേഷൻ വിളിച്ച് ഇൻഡോർ ഔട്ട്ഡോറിനെ എടുക്കാം. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഇന്നിപ്പോ ജോയിൻ ചെയ്തതിൽ ആർക്കെങ്കിലും കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ട്രഷററായിട്ട് ടോണി തോമസ് ആണ്. ഇതാണ് 7 പൊസിഷൻസ് നമ്മളിപ്പോൾ ഫില്ല് ആയേക്കുന്നത്. ഓഡിറ്ററായിട്ട് ഇപ്പോഴത്തെ ഓഡിറ്റർ ശങ്കറാണ്. നോർമലി എല്ലാ വർഷവും മാറാറുണ്ട് ഓഡിറ്ററും റിട്ടേണിംഗ് ഓഫീസറും. as of now ഓഡിറ്റർ ശങ്കറും റിട്ടേണിംഗ് ഓഫീസർ ഞാനുമാണ്. ഇതാണ് ഇപ്പോഴത്തെ കറന്റ് നോമിനേഷൻസും പ്രപ്പോസൽസും. Anybody have any questions or objections or any suggestions or nominations, please? Okay. Nabeel, I think ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. അപ്പം ഇതിലും ആരെങ്കിലും ഫസ്റ്റ് ചെയ്ത് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺഫേം ചെയ്യാം ഇപ്പോഴത്തെ ഈ പൊസിഷൻസ്. ഓഡിറ്റർ സ്ഥാനത്തേക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ആരെങ്കിലും ഒന്ന് ഫസ്റ്റ് ചെയ്ത് നമുക്കിത് പാസ്സാക്കാം. സന്തോഷേട്ടൻ അല്ലെങ്കിൽ വർഗീസ് ചേട്ടൻ. I first. Okay, Santosh. Santosh. Yeah, Santosh. Shibuji. I second it. Okay. I think Nabeel, as of now, ഇത് പാസ്സായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇൻഡോർ ഔട്ട്ഡോർ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത പോലെ എപ്പോഴാണ് പ്രോഗ്രാംസ് വരുന്നതനുസരിച്ച് നിങ്ങൾ കമ്മിറ്റി ഒന്നുകൂടെ ജനറൽ ബോഡി വിളിച്ച് നമുക്കത് ഡിക്ലെയർ ചെയ്യാം. അടുത്ത അജണ്ട നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാംസിന്റെ സജഷൻസും അതോ ഇനി ഇംപ്രൂവ്മെന്റ് ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. ഓപ്പൺ ഫോറം ആയിട്ട്. അപ്പം നമുക്ക് ഡിസ്കഷൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻ ടോപ്പിക് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ജെക്ക് ഞാനൊരു 2 പോയിന്റ് പറഞ്ഞ് മേ ബി യു ക്യാൻ കിക്ക് സ്റ്റാർട്ട്.
Sure. Yeah, sure. First of all, very humbling and thank you everybody. We are getting a second opportunity again. വളരെ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ് ആയിരുന്നു കഴിഞ്ഞ വർഷം. വിചാരിച്ച അത്ര ഐറ്റംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ കുറച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നു. സോ as we discussed in the last AGM of November, we are going to carry over this committee for the coming year also. Kind of an exceptional scenario, but of course support illade nothing will work, so we are very humbled and thank you very much. That being said, ഒരുപാട് ചേഞ്ചസും കൺഫ്യൂഷൻസും difficulties ഉള്ള ഒരു ഫോർമാറ്റ് ആയിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പോൾ it's probably the first time all of us, GRAMAM as a community, has experienced this online format. There's reasonably sure there will be a lot of areas of improvement. So if we have some time now, if you could get some feedback, JK or Nal, if this is time for you getting some feedback, if we can get some suggestions, we'll try to make use of it in the coming year. We just thank you for the good job you all have done under the difficult circumstances. So thank you. Thank you, Uncle. Thank you very much. Same, Nabeel here, this Hari. Excellent job, Ganam. This was exception, route not traversed before. So you did very, very good. More than happy that you are carrying on, and feel free, to do the programs as you deem fit. So nothing else other than, congratulations. We all understand the constraints. Reach out to us or anyone, if you need any help. Very happy that you are carrying GRAMAM forward. Thanks. Thank you very much, Harrieta. Thanks. ഞാന് രഞ്ജിത്തിനൊരു ചെറിയ പണി കൊടുക്കാൻ പോകുന്നു. രഞ്ജിത്താണ് കഴിഞ്ഞ കമ്മിറ്റി എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിട്ട് വരാറ്. രഞ്ജിത്ത്, do you have anything to recommend for the new year? So first of all, congrats to the newly elected committee members. But എനിക്കും same feedback ആണ്. You guys did a good job. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ, but I feel like committee as a whole, committee members other than Nabeel and few others, എനിക്ക് മറ്റുള്ളവരുടെ I didn't see them coming forward. Maybe they were working in the back end. So I think this time the committee members will be like, I want to see everyone actively participating. Maybe it was there, but in the personal vechittu I didn't see it except for a couple of people in the committee. So adana ende feedback. I think I have shared that with you. Right. So yeah. But again, എനിക്ക് വേറെ ഇതൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് ഞാൻ കണ്ടത് വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം there are a lot of people ready to help, but committee members in other than Nabeel and I think a few other folks, I didn't see them actively participating. There are a lot of things even in the reach out thing. ഞാൻ അതിലെ committee members-നെ കണ്ടിട്ടില്ല. I think they were busy maybe doing some other things in committee. But അത് നബീലിന് കൺവേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ next time it will be better. Yeah, thanks Ranjit. And രഞ്ജിത്തിനെ കാണാൻ പറ്റുമോ? ഇതില് ക്യാമറ ഓൺ ആണോ രഞ്ജിത്തിന്റെ? Kuriakos uncle, sorry, camera off ആണ്. Camera unfortunately I can't share. Okay, that's all right. How about who's the other gentleman? Tony Thomas. Is his camera on? Tony Thomas. Yes, Kuriakos. Okay. Thank you. yeah, thanks a lot, Ranjit. Yeah, we'll definitely work on that. Thanks a lot. Okay.
Thanks, Nabeel. What of Okana honorary representative is also here, Johnson Better. Johnson, if you can speak a few words. Thank you, Nabeel. Congratulations for the newly elected committee. അപ്പം എനിക്ക് താങ്ക്സ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തപ്പം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എത്രമാത്രം യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഗ്രാമം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരെ വിളിച്ചാൽ പിന്നെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ഏത് കാര്യത്തിനും നിങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആയാലും യൂത്ത് അന്ന് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാവരും തന്നെ വളരെ സിൻസിയർ ആയിട്ടും അവരുടെ സമയം എടുത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. താങ്ക്സ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു ഫാമിലിയെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഫാമിലിയുടെ ബിഹാഫിൽ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് തൊട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിന്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു കാര്യങ്ങൾ നടന്നത്. ഏത് കാര്യത്തിനും വല്ലാണ്ടുള്ള ഒരു ഹെൽപ്പായിരുന്നു ഗ്രാമം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അസോസിയേഷനുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ നിൽക്കേണ്ടതിന്റെ ആവശ്യകത ശരിക്കും ബോധ്യപ്പെടുത്തിയ ഒരു സമയമായിരുന്നു അത്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ കമ്മിറ്റിയോട് നമുക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇവിടെ ഒറ്റപ്പെട്ട മലയാളികൾ അനേകരുണ്ട്. അവർക്ക് ചിലപ്പോൾ നമുക്കറിയത്തില്ല, അവർക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു പാൻഡമിക് സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഈ സിറ്റുവേഷനിലും ഒക്കെ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് തീർച്ചയായും ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അപ്പം ഈ കമ്മ്യൂണിറ്റി സ്പ്ലിറ്റായി അല്ലെങ്കിൽ പല ഭാഗത്തായിട്ട് കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നബീൽ പറഞ്ഞതുപോലെ എന്നെ ഫൊക്കാനയുടെ പിന്നെ പ്രതിനിധിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ സന്തോഷം. ഞാൻ ഫൊക്കാനയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അത് ഗ്രാമത്തിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഫൊക്കാനയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയത്. താങ്ക്സ് ടു ഗ്രാമം ഫോർ രജിസ്റ്ററിങ് ആസ് എ മെമ്പർ ഓർഗനൈസേഷൻ ഇൻ ഫൊക്കാന. അതല്ലെങ്കിൽ എനിക്ക് ഫൊക്കാനയിൽ കണ്ടസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. ഓക്കെ, താങ്ക്സ് ടു ദ ഗ്രാമം കമ്മിറ്റി ഫോർ ഡൂയിങ് ദാറ്റ്. അതുപോലെ തീർച്ചയായും പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫൊക്കാനയും കേരള സർക്കാരും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് കേരള സർക്കാരിന്റെ പിന്നെ ഒരു അഫിലിയേഷനിൽ കുട്ടികളൊക്കെ മലയാളം പഠിപ്പിക്കുക എന്നുള്ള ഇതിനു വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് പേഴ്സണലായിട്ട് നബീലിന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരുന്നു. ഈ മലയാളം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ശങ്കറിന്റെ അടുത്തും അവരുടെ അടുത്തും എല്ലാം വർത്താനം പറഞ്ഞിരുന്നു. അവർ ഫൊക്കാനയ്ക്കും അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഭാഷാ അസോസിയേഷനും ഒക്കെ ഫ്രീ ആയിട്ട് പാഠ്യപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഇങ്ങനത്തെ ഉള്ള മെമ്പർ അസോസിയേഷനുകളെ ഏതെങ്കിലും രീതിയിൽ ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യാനും സ്പോൺസർഷിപ്പ് മേടിക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് തീർച്ചയായും പുതിയ കമ്മിറ്റിയുടെ ഇലക്ടഡ് ഭാരവാഹികളുടെ ലിസ്റ്റ് ഉറപ്പായിട്ട് കൊടുക്കാം. ഞാൻ നിങ്ങളെ അവിടുന്ന് ബന്ധപ്പെടും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പോൺസർഷിപ്പോ ഏതെങ്കിലും ഇങ്ങനത്തുള്ള ഇവന്റ്സുകൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് അതിന് ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് നബീൽ. Thank you very much, Johnson. Just to add on to what Johnson Bhai said, like in though
we are trying to collaborate with other associations. We are in no way compromising, for what GRAMAM essentially stands for. We continue to be a non-profit, non-political organization, but within that boundary, whatever is permissible and acceptable by the community, that's a limit, the level that we are setting for ourselves, and we can't collaborate. Of course, there are a lot of good things that we can achieve through this collaboration. And regarding the community effort, Johnsubhai Varnala, sometimes I feel GRAMAM is just a formality. In that unfortunate incident itself, I don't recollect, organizing or making very large organization attempts during that. There was a very solid volunteer group who took full leadership. They took the full initiative, and they did everything that was needed in that emergency situation. So it's much appreciated. Anybody else would like to give some feedback or suggestions? I see our former president and my mentor, to be frank, Varghese Bhai. Hey, congratulations. I joined you. Okay. Anyway, well done. I mean, last year, a change online. It's a big change, but you guys handle it well. And I think this year, I think you should come up with some more innovative ideas. I mean, make sure, keep up the chat and all those stuff, always active. അതൊരു ഞാനിപ്പം നമ്മളെ പല ഗ്രൂപ്പുകളും നമ്മുടെ വാട്സപ്പിൻ്റെ അകത്ത് പല ഗ്രൂപ്പിൻ്റെ അകത്തും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് വായിക്കാതെ നമ്മൾ പോകാറില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റിയെ ഒരു യുണൈറ്റ് ആക്കാനായിട്ടും ആക്റ്റീവ് ആക്കി നിർത്താനായിട്ടും ഇങ്ങനെ എന്തെങ്കിലും you have to keep on especially your members എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഈ ഒരു എപ്പോഴും ഒരു റിതം എപ്പോഴും ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴും നമുക്കൊരു എല്ലാവരും ഗ്രാമത്തിനെ കൂടുതൽ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. അത് എൻ്റെ ഒരു സജഷൻ അത്രേ ഉള്ളൂ. But otherwise, your online programs, both the last year, whatever you conducted, it was really good. But അതേപോലെ എൻ്റെ ഒരു സജഷൻ ബാക്കിയുള്ള മെമ്പേഴ്സ് രഞ്ജിത്ത് പറഞ്ഞ പോലെ ബാക്കിയുള്ള മെമ്പേഴ്സും കുറെ കൂടെ ആക്റ്റീവായിട്ട് they are all working behind the scene, definitely. ഡിജിറ്റൽ സൈഡിലാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം ഞാൻ നോക്കുന്ന വളരെ ഒത്തിരി ക്വാളിറ്റി ഉണ്ട്, എല്ലാത്തിനും നല്ല ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. സോ nothing more to add. Congratulations everyone. Keep up your good work. Thank you. Thank you very much. നബീൽ, ഒരു പോയിന്റ്, നമ്മുടെ പ്രോഗ്രാംസിന്റെ ഷെഡ്യൂള് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണ്ടേ? നമ്മളിപ്പം ഓണമാണെങ്കിൽ ഓണത്തിനോട് അടുത്ത് തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അതിനൊരു ഭംഗി. കാരണം നമ്മൾ ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ച് ഡിലേ ആയെന്ന് തോന്നുന്നല്ലോ എല്ലാ പ്രോഗ്രാംസും അല്ലേ? ഓണം നമ്മള് എല്ലാത്തും അഡ്വാൻസ് ആയിട്ടല്ലേ ചെയ്ത് ഇപ്രാവശ്യം അല്ലേ? അങ്ങനെ ഓർക്കുന്നു. ക്രിസ്മസിന് മുമ്പും ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തത്, ഐ തിങ്ക് സോ. ഞാൻ നോക്കാം. എനിവേ JK, യുവർ പോയിന്റ് ഇസ് നോട്ടഡ്. നമ്മള് ടൈമിംഗ് ഒന്നുകൂടി ടൈറ്റ് ആക്കാൻ നോക്കുക. ഐ തിങ്ക് JK ഉദ്ദേശിച്ചത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ജൂൺ ആയി എന്നുള്ള കാര്യമാണ് തോന്നുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി അൺഎക്സ്പെക്ടഡ് ബിക്കോസ് നമ്മുടെ കോവിഡ് കാരണം എൻറ്റയർ വേൾഡ് വാസ് ഇൻ എ ഡിഫറെന്റ് സിറ്റുവേഷൻ. സോ മേക്ക് സെൻസ്. കറക്റ്റ്. നമ്മള് ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ ഡെഫിനറ്റ്ലി ദിസ് ഇയർ വിൽ ബി, ഐ തിങ്ക് ഗ്രാമസന്ധ്യ വിൽ ബി ഫാസ്റ്റർ ദിസ് ഇയർ. ഐ തിങ്ക് സോ. നമ്മുടെ ഫൊക്കാന ചേട്ടന് ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ മറന്നുപോയി. Congratulations, Ganesan bhai. Congrats, sir. Thank you all. Thank you. Nabeel and company, congratulations. This is Srivalsan. You guys have done a good job. Now looking forward to hearing and getting more items done this year, given the circumstances.
I agree with everybody. You guys have done an awesome job. So please continue. All the best wishes, and best wishes to Johnson also. Thank you. Thank you very much. Yeah, and let us know, how we can be of help. We are given the situation. We are all struggling, in our own ways. Try to keep up and keep the community supported. You're doing your best, but if there are more ideas wherever we can contribute, yeah, let us know. Like I might have told earlier also, this is not just just you and the committee. Right. So if everybody has to pitch in, like some of us who have been in committees earlier, we know that it doesn't happen all the time, and most of the time it just dropped on your to your lap, and then you are just running with it. That doesn't mean that it's entirely on you. Sometimes you may have to ask for help, and then I'm like Johnson and others said, when there is a crisis situation, people will step in and help. So please don't hesitate to ask for help as needed. Sure, absolutely. Thank you very much. Yeah, thank you. One question I have is a generic question. Again, I'd like some feedback. Last year, we tried to form a COVID response team. We were basically doing, like a telephonic check with the list of Malayalis. നമ്മുടെ ലിസ്റ്റിലുള്ള മലയാളി മെമ്പേഴ്സിന്റെ കോൺടാക്ട് വെച്ച് എല്ലാവരും ഔട്ട്റീച്ച് ചെയ്യുന്നു. പിന്നെ കുര്യാക്കോസ് അങ്കിളുടെ ലീഡർഷിപ്പിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു. I think 1 or 2 sessions we had on COVID. Apo, was that useful, or can we improve upon that? What, as a community, does anyone have any ideas or opinions on? Yeah, so this is Santosh. What I would suggest is, as we get into the vaccine phase, it might be beneficial to have one more session. Some of our frontline health professionals already got the vaccines, so it will be beneficial to share those, how it went and what precautions need to make, and also whatever knowledge they can share on how the schedule would be for the vaccines. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഒരു സെഷൻ വയ്ക്കുന്നത് നന്നായിരിക്കും. Okay. Santosh, yeah, thank you, Santosh, for pointing that out. ഇതിനു മുമ്പും അത് ഉണ്ണിയും വേറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. We just haven't had a chance yet, but I hope pretty soon, along with the literary committee which we are meeting, we will have a COVID session, or even, yeah, that's the plan. We will have a COVID update on addressing the questions which you just mentioned. And Nabeel, extending that further, what I would suggest is like, you can actually seek out, from the community on what the community might need. Use digital tools like surveys, and whether it's surveys through WhatsApp or email or other things. If you make it easy for people to respond to surveys, they would respond, and that will give you a better idea. Like, you don't have to just go by some of our advice. My suggestion would be to reach out to the community and ask for, like, okay, what would you like to participate? Right. Where would you like us to be more involved? Because depending upon what people feel, there might be other ideas also. So reach out through digital means as possible, and you'll probably get better ideas. Nabeel? Right, Nabeel? Exactly. Yes, uncle. Yeah. Because we are discussing the COVID situation, can I make the announcement now? Yeah, absolutely, uncle. Yes. We were discussing it earlier. It seems the vaccination rollout is getting pretty easy, in the last couple of days. And it so happens that I learned that from MCV, VCU, they are offering vaccination dates for people who have been patients there.
So if you know anybody who has been a patient at MCV, you may be able to get through to them and get a date for the vaccination. And I think at this point it may be better you call me, because I'll give you the number and I will also talk to you and see what, how the situation is, rather than I'm not authorized to do anything on behalf of MCV, but I know this, so feel free to call me. And that is, if you ever been, it doesn't matter when, ever been a patient there, either in the emergency room or outpatient or inpatient, whatever. And my number is 755-1578. Thank you. Yeah. വേണേ ഒരു മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്കിളെ. That may be. അത് ഞാൻ ആലോചിച്ചു. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒഫീഷ്യലായിട്ടേ നമുക്ക് അവരിപ്പോ നമ്മളായിട്ട് ഇതില്ലേ. ഇതിപ്പോ ഞാനൊരു എന്താ പറയാ, ഞാനൊരു പേഷ്യന്റ് ആയിരുന്നു അവിടെ. അപ്പൊ എനിക്ക് ഇതിൽ കൂടി ഈ ചാനലിൽ കൂടി അവര് ഡേറ്റ് തന്നു, എൻ്റെ വൈഫിനും തന്നു. അപ്പൊ അത് ഞാൻ പാസ് ചെയ്യുകയാണ്. എൻ്റെ അത് പാസ് ചെയ്തിട്ട് ഇന്ന് ഒരു 5-10 ആൾക്ക് കിട്ടി അപ്പോയിന്റ്മെന്റ് 2-3 ദിവസത്തിനുള്ളിൽ. അപ്പൊ ഇറ്റ് വർക്ക്സ്. പക്ഷെ അതേ സമയത്ത് ഞാനത് എന്റെ പേര് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എഴുതി റെക്കോർഡാക്കുന്നത് അത് അവര് ചെയ്യേണ്ടതാണ്. Yeah, got your point. Yeah, but WhatsApp group is internal group ആയതുകൊണ്ട് കുഴപ്പം വരില്ലായിരിക്കും. But again, yeah, since you can't do officially, അതൊരു. Yeah, I hope you understand. So Nabeel, Ranjit here. Just to add to the point. So എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമുക്ക് കുറെ നല്ല കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് സെഷൻ ഉണ്ടായിരുന്നു. കുര്യാക്കോസ് അങ്കിളും എല്ലാ ഹെൽത്ത് വർക്കേഴ്സും they were giving updates about the seriousness of this issue. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ think it was beneficial. അപ്പം ഗോയിങ് ഫോർവേഡ് ഫോർ 2021 ഒരു റെക്കമെൻഡേഷൻ, ഐ തിങ്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഇമെയിൽസും എല്ലാം സോ പവർഫുൾ ആണ്. So the committee can keep up to pace with what's the recent happenings, like what's the update. For example, vaccination, as Uncle പറഞ്ഞ പോലെ ഏതൊക്കെ സെന്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം another thing is like India travel, what are the, so committee can give the members ആ ഒരു അപ്ഡേറ്റ് ത്രൂ സോഷ്യൽ മീഡിയ or whatever means. അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ most of the committee members, they rely on maybe their friends or others, maybe they are not getting the right information. അപ്പം അത് കമ്മിറ്റി ഗ്രാമം വഴി യു ക്യാൻ പാസ് ഇറ്റ് ടു ദ മെമ്പേഴ്സ്. അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഓൾ ദിസ് ഇൻഫർമേഷൻ അബൌട്ട് കോവിഡ് or about the travel restrictions, about the current happenings, anything that is, so if you keep that alive, I think Varghese ചേട്ടനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഫേസ്ബുക്ക് പേജ്, if you keep that alive, there will be more involvement. അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അത് പറഞ്ഞപ്പോഴേ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞതിന്റെ കൂടെ ട്രാവൽ അതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനൊരു സംഗതിയും കൂടി പറയാം. ഈ along with the literary club which we have, which is also we are doing like a part of GRAMAM. അമ്മാതിരി തന്നെ ഒരു സംഘം വേറൊരു ക്ലബ്ബ്, there is an investment club, and in fact we are meeting tomorrow. അതില് ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ചിലരോട് സംസാരിക്കുകയായിരുന്നു. There will be things which people like all of us need to know, like what are things we should be prepared when a family member passes, or estate situations or taxes. So those things also we can discuss in that, and we will do that along with in the investment club. Just want to make everybody know that you are all interested. I strongly feel that if you are going to spend some time here, or if you have already spent some time in this country, you have to know some of the legal formalities of what happens when a family member passes. So I think that's it will be useful information for people.
Yeah, absolutely, Uncle. We can definitely plan for that session. And yeah, thanks, Ranjit. Your point is also noted. So can expect some actions on that direction. Thanks, Nabeel. Anything else anybody would like to add? We have a few more minutes before we wind up. So anybody else has any suggestions for improvement or any comments? പ്രാവശ്യം ചായ സമൂസ ഇല്ലാത്തതുകൊണ്ട് എനർജി ലെവൽ കുറച്ച് കുറവായിരിക്കുന്നു. ഞാൻ പറയായിരുന്നു നമുക്ക് ഓണത്തിന് പകരം വല്ല പൊതിച്ചോറാക്കണം കേട്ടോ. കാര്യം ഇങ്ങനെ പോയാൽ ശരിയാകില്ല. അതെ, എല്ലാം ഓൺലൈൻ ആകുമ്പോ കമ്മിറ്റി ഷുഡ് വീട്ടില് ഹോം ഡെലിവറി കൂടെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അതെ, സജഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ, ചോദിക്കരുത്. ശങ്കർ ഒരു മലയാളം ക്ലാസ്സിനെ പറ്റി ഒരു ക്വിക്ക് അപ്ഡേറ്റ് ജനറൽ ബോഡിക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. ഹലോ ശങ്കർ പോയോ? ശങ്കർ മ്യൂട്ടിലാണ്. I think Shankar is on mute. Or he dropped. JK ka അറിയാവോ? ആ ശങ്കർ ഉണ്ടല്ലോ, ശങ്കർ മ്യൂട്ടിലാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ മ്യൂട്ടിലേക്ക് പോയതായിരിക്കും. മലയാളം ക്ലാസ് എനിക്ക് ഹലോ, ശങ്കർ കേൾക്കാം. ശങ്കർ പറഞ്ഞോളൂ. മലയാളം ക്ലാസ് I mean it's everything going good as of now. നമ്മളിപ്പോ കംപ്ലീറ്റ്ലി വെർച്വൽ ക്ലാസ്സസ് ആണ്. പണ്ട് നമ്മൾ ഇൻ പേഴ്സൺ ചെയ്തിരുന്നത് നമുക്കിപ്പോ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെർച്വൽ ക്ലാസ്സസ് ആണ്. once in 2 weeks ആണ് നമ്മൾ ചെയ്യുന്നത്. എവറി അതർ സാറ്റർഡേ 3 to 4 അതിപ്പോ നമ്മള് കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന് പറഞ്ഞാൽ കുറെ നേരത്തെ നമ്മൾ 2 years ബിഫോർ സ്റ്റാർട്ട് ചെയ്ത കിഡ്സ് ഒക്കെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ ലെറ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കാം, എഴുതാം, അങ്ങനത്തെ ഒരു ലെവലിലെത്തി. അപ്പൊ നമുക്കിപ്പോ 2 ബാച്ച് ആയിട്ടാണ് ഉള്ളത്. ഒരു ബാച്ച് 3 to 4 കുറച്ച് ഇതേപോലെ വേർഡ്സ് ഒക്കെ എഴുതുക, വായിക്കുക, ആ ലെവലിലെത്തിയ കിഡ്സിന്. വേറൊരു ബാച്ച് 4 to 5 അത് ബേസിക്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെർച്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇനഫ് എല്ലാം കംപ്ലീറ്റ്ലി കോസ്റ്റ് ഒന്നും ഇല്ല, കംപ്ലീറ്റ്ലി വോളണ്ടിയർ ചെയ്യുന്ന ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ ജോൺസൺ ചേട്ടൻ റീച്ച് ചെയ്തിരുന്നു ഫൊക്കാനയുടെ. അത് നമ്മൾ ഇപ്പോ ഈ ബാക്കിയുള്ള മലയാളം ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഈ ബാക്കിയുള്ള എന്നയിലുള്ള ബാക്കി ഇതേപോലെ ബാക്കിയുള്ള ഏരിയാസിലുള്ള ടീച്ചേഴ്സ് ആയിട്ടുള്ള കണക്റ്റും പിന്നെ ഇത് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആക്കാനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ നമുക്കിപ്പോ അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ ഒരു 16 കിഡ്സും ബേസിക് ക്ലാസ്സിൽ ഒരു 12 കിഡ്സും ഉണ്ട്. And I would like to thank all the teachers. ഇപ്പോൾ ഇതിൽ കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ഇതിന് പുറകെ കുറെ എല്ലാവർക്കും ഇതേപോലെ അവരവരുടെ ആദ്യം ഇത് തുടങ്ങിയത് അവരവരുടെ കിഡ്സിന് മലയാളം ടച്ച് വിടാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7-8 പേര് ഭയങ്കര കോറായിട്ട് അങ്ങനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഗ്രാമം ഓൾസോ ലൈക്ക് ഇനീഷ്യലി നമ്മൾ കമ്മിറ്റിയിലുണ്ട ഗ്രാമത്തിന്റെ കൂടെ ടാഗ് ചെയ്തിരുന്നപ്പോൾ കമ്മിറ്റി മാറുമ്പോൾ ചിലപ്പോൾ ഇത് ഉഴപ്പുവോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ അതൊരു സെപ്പറേറ്റ് മലയാളം ക്ലാസ് നടത്തിയിട്ട് ഗ്രാമത്തിന്റെ സപ്പോർട്ടോടെ ചെയ്യുന്നത്. GRAMAM was helping us in terms of funding and lot of other options like any messages അതൊക്കെ ബ്രോഡർ ഓഡിയൻസിന് എത്തിക്കുക. അതിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. സോ അതുകൊണ്ട് I would like to thank everyone on behalf of all the Malayalam teachers. Yeah, sure, Shankar. I think maybe if at least one of the online shows, if
we could thank the teachers, and maybe if the students can put up an event or a song or something, that will be a showcase also, I think, so far. ഷുവർ ഞങ്ങൾ ആക്ച്വലി ഇത് ആലോചിച്ചാണ് നബിൽ, ഈ ഓണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഇവന്റിന് തന്നെ ഈ മലയാളം ക്ലാസ് കിഡ്സിനെ വെച്ചൊരു ജസ്റ്റ് ഒരു ചെറിയ ഒരു 2 minutes വീഡിയോ ചെയ്യാന്ന് നമ്മുടെ അരുൺ അത് സജസ്റ്റ് ചെയ്തിരുന്നു. നമ്മളത് ആലോചിക്കുകയും ചെയ്തതാണ്. ബട്ട് ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻസ്, പിന്നെ 28 പേരുടെ അടുത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറ്റിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ പ്ലാൻ സംതിങ്. ശങ്കർ, ഇത് എനിക്കൊരു ക്വിക്ക് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ, ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു വളരെയധികം കിഡ്സ് ഉണ്ട്. സ്മിതയുടെയും സോമയുടെയും ഒക്കെ ഏരിയയിൽ വളരെയധികം കിഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് അവിടെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് അവിടെയും കൂടെ വെസ്റ്റ് എൻഡിലെ പോലെ തന്നെ ഒരു ക്ലാസ് സൗത്തിലും കൂടെ തുടങ്ങാനെത്താൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ സോമയും സ്മിതയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അനേകം കിഡ്സ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഈ മലയാളം ക്ലാസ് എന്ന് പറയുന്നത് ഫാമിലിയുമായിട്ട് ഒരു ഓർഗനൈസേഷൻ കണക്ട് ചെയ്യാവുന്ന ഒരു ടൂളാണ്. നമ്മുടെ പ്രസിഡന്റ് ബിനു പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കണം കമ്മ്യൂണിറ്റിയിൽ. അത് നമ്മളുടെ ഫാമിലിക്ക് എത്രമാത്രം ബെനിഫിറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണ് ഗ്രാമം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ അസോസിയേഷനോട് എത്രയും ചേർന്ന് നിൽക്കാൻ ഒരു ഫാമിലിക്ക് സാധിക്കുക. ഓക്കെ, അപ്പം ഈ പറയുന്നതിൻ്റെ ഈ മലയാളം ക്ലാസ്സിൻ്റെയൊക്കെ ഒരു പ്രയോജനം എല്ലാ ഫാമിലിയിലേക്കും, മാക്സിമം ഫാമിലിയിലേക്ക്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാമിലീസിലേക്കും എത്തിക്കുക. അങ്ങനെ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ കുട്ടികൾക്കും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തീർച്ചയായും ഗ്രാമ കമ്മിറ്റി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷുവർ ജോൺസൺ ചേട്ടാ, ആക്ച്വലി നമ്മളിങ്ങനെ ഏരിയ വൈസ് നമ്മളങ്ങനെ ഇത് ചെയ്തിരുന്നില്ല. ഇപ്പൊ തന്നെ ഈ ബേസിക്സ് ക്ലാസ് എടുക്കുന്ന മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഈ മെക്കാനിക്സ് മിഡിലോത്തിയൻസ് ടീച്ചേഴ്സാണ്, 2-3 പേര്. പിന്നെ നമ്മൾ കിഡ്സിന് അങ്ങനെ ഏരിയ വൈസും ചെയ്തിരുന്നില്ല. എല്ലാം അവരുടെ മലയാളം കറണ്ട് ലെവൽ ഓഫ് മലയാളം നോളേജ് വെച്ചിട്ടാണ് നമ്മൾ 2 ക്ലാസ്സിലേക്ക് മാറ്റിയത്. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട്ലി നമുക്കിപ്പോൾ ആക്ച്വലി ഒരു 3-4 കിഡ്സിനെ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റിയില്ല. ബിക്കോസ് ഇപ്പൊ ബേസിക്സിലേക്ക് ഓൾറെഡി തുടങ്ങിയ ക്ലാസ്സസ് ഒക്കെ ഹാഫ് വേ ആണ്. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ടീച്ചേഴ്സിന്റെയും ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സോമ, ബോബി, സ്മിത, നിങ്ങളുടെ അവിടെയൊക്കെ കുറെ കിഡ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വർക്ക് ഔട്ട് സം പ്ലാൻ. ആൻഡ് ഐ എം ഷുവർ ഗ്രാമം ഹാസ് ഓൾവേസ് ബീൻ വെരി ഹെൽപ്ഫുൾ ഇൻ ടേംസ് ഓഫ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതിലും ഈ മെസ്സേജ് ഒക്കെ നമുക്ക് ബ്രോഡർ ഓഡിയൻസിന് കൺവേ ചെയ്യുന്നതിലും ഗ്രാമത്തിലുള്ള all the committees so far until this 2020 എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ we can definitely plan something. Okay. Hey, thanks, Shankar. I think we are running close to time. I just want to add one more statement, then I'll give it back to JK. നമ്മൾ typically ഈ ഇയർ എൻഡ് ഇപ്പൊ ക്രിസ്മസ് ഒക്കെ 2019 വർഗീസ് ഭായ് ഓർഗനൈസ് ചെയ്ത പോലെ ഈ കമ്മിറ്റിയുടെ പ്രൈമറി മെമ്പേഴ്സും പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം in presence and physicality we couldn't do it, but I really want to call out and appreciate the support and effort that has come in, from Soma, from Smitha, then from Dinesh, Tony, and then we have Shemeel and Noel also. So did I miss someone? Jassim as well. So they, and we know it's not just they might be the face as the executive members, but their families are also, supporting and providing a lot of backup to make all the activities successful. So once again, thanks a lot for all the support for the year 2020.
JK, വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ JK? JK മ്യൂട്ടിലാണോ? This year we have more participants. We have a better quorum this year, right? For general body meeting. Okay, I think we can take one last question. We have time for one more question. Anybody has any comments or questions? JK മ്യൂട്ടിലാണോ അറിയില്ല. JKയുടെ റോള് തൽക്കാലം ഞാൻ കവർ ചെയ്യാണ്. If there's nothing else, I think we can wind up. So thank you everybody for showing up today, and we look forward to your support just like last year for 2021 as well. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു സബിലെ. അപ്പം I think നമുക്ക് wrap up ചെയ്യാം. എല്ലാവർക്കും നന്ദി. Congrats to new committee. Thank you everyone for joining. Thank you. Thank you everyone. Good night. Thank you. Good night.